വിജിൻ വായന്തോട്ടിലേക്ക് വീണ്ടും പോകുന്നു. വിജിൻ, കെ.സി. വേണുഗോപാൽ പുറത്തേക്ക് ഇറങ്ങിയോ? അജിംസ് അല്പസമയത്തിനകം തന്നെ ഇറങ്ങും. വാഹനമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും ബാക്കി നേതാക്കളൊക്കെ നിലവിൽ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ പി.കെ. ഫിറോസാണ് അകത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട MLA എന്ന് പറയുന്നത്. മറ്റുള്ളവരെല്ലാം നിലവിൽ പുറത്തേക്ക് പോയി. അല്പസമയത്തിനകം തന്നെ എന്തായാലും കെ.സി. വേണുഗോപാൽ പുറത്തേക്ക് ഇറങ്ങും. കെ.സി. വേണുഗോപാൽ നേരെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് പോകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ UDF-ലെ ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ കാര്യത്തിലുള്ള തീരുമാനം അത് എന്തായാലും ഇന്നിപ്പോൾ ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ തീരുമാനമാകാനുള്ള സാധ്യതയാണ്. നിലവിൽ ജോസഫ് പക്ഷം മാത്രമാണ് കൂടുതൽ 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. നിലവിൽ എന്തായാലും ലീഗിന് 5 മന്ത്രിസ്ഥാനം കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിജിൻ, ഇനി കെ.സി. വേണുഗോപാൽ ഇനി എന്താണ് ചെയ്യുക? ഇനി എന്തൊക്കെ യോഗങ്ങളാണ് നടക്കാനുള്ളത്? ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ, നിരീക്ഷകർ ഒക്കെ തന്നെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ കണ്ട ശേഷം കെ.സി. വേണുഗോപാൽ സ്വാഭാവികമായും ഒരുപക്ഷെ KPCC ഓഫീസിലേക്ക് എത്താനുള്ള സാധ്യതയാണ്. അവിടെ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരുമായി കൂടിയാലോചന നടത്തും. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം കെ.സി. കേരളത്തിലേക്ക് എത്തിയപ്പോൾ ആ അതൃപ്തി നിലവിൽ പ്രകടമാക്കി തന്നെയാണ് സംസാരിച്ചത്. അതിനുശേഷമാണ് മന്ത്രിസഭാ രൂപീകരണത്തിൽ തനിക്ക് അർഹമായ പ്രാതിനിധ്യം വേണമെന്നുള്ള ആവശ്യം കെ.സി. മുന്നോട്ട് വെക്കുന്നത്. അതിന് കെ.സിക്ക് ന്യായീകരണങ്ങൾ ഒരുപാടുണ്ട്. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട്, ഒപ്പം തന്നെ സണ്ണി ജോസഫ് ഉണ്ട്, PC വിഷ്ണുനാഥ് ഉണ്ട്, AP അനിൽകുമാറുണ്ട്. അങ്ങനെയുള്ള പ്രധാന ആളുകളെല്ലാം, മന്ത്രിസ്ഥാനത്തിന് അർഹരായ പ്രധാനികൾ എല്ലാം കെ.സി. വേണുഗോപാൽ വിഭാഗത്തിൽ നിന്ന് ജയിച്ചു വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് സ്വാഭാവികമായും ഒരു വലിയ സമ്മർദ്ദത്തിന്റെ ആവശ്യമില്ലാതെ ഇവരെല്ലാം മന്ത്രിമാരാക്കേണ്ടി വരും. ഒപ്പം തന്നെ 6 മന്ത്രിമാരിലേക്ക് കെ.സി. വേണുഗോപാലിന്റെ ആ സമ്മർദ്ദം വിജയിച്ചാൽ 6 മന്ത്രിമാർ അവിടെ നിന്ന് തന്നെ ഉണ്ടാകും. അതിന് അപ്പുറമാണ് രമേശ് ചെന്നിത്തല നിലവിൽ തനിക്ക് പുറമെ 2 മന്ത്രിമാർ കൂടി വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അത് ഒന്ന് അൻവർ സാദത്തും IC ബാലകൃഷ്ണനുമാണ്. അതിൽ ഒരു മന്ത്രിസ്ഥാനമെങ്കിലും നിർബന്ധമായും വേണം. തനിക്ക് പുറമെയുള്ള ഒരു മന്ത്രിസ്ഥാനം കൂടിയെങ്കിലും നിർബന്ധമായും വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ 6ഉം 2ഉം അതിൽ പ്രധാനപ്പെട്ടത് രമേശ് ചെന്നിത്തലയ്ക്ക് നിലവിൽ ആഭ്യന്തര വകുപ്പ് ലഭിക്കും എന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. അത്തരം ഒരു നിർദ്ദേശം അത് കേന്ദ്ര നേതൃത്വം തന്നെ നൽകും എന്നുള്ളതാണ്. ഇന്നലെ ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയെ കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ തന്റെ അതൃപ്തി എന്തായാലും കേന്ദ്ര നേതൃത്വത്തെ കൂടി അറിയിച്ചു. നേരത്തെ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച ഘട്ടത്തിലും അതൃപ്തി അറിയിച്ചിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി ആവുന്നില്ല എങ്കിൽ ആഭ്യന്തര വകുപ്പ് ഉണ്ടെങ്കിൽ മാത്രം താൻ മന്ത്രിസഭയിലേക്ക് വരാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ കണക്കെടുത്താൽ നിലവിൽ കെ.സി. വേണുഗോപാലിന്റെ പക്ഷത്തു നിന്ന് 6 മന്ത്രിമാരും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ പക്ഷത്തു നിന്ന് 2 മന്ത്രിമാരും അപ്പോൾ തന്നെ 8 മന്ത്രിമാർ ആയിക്കഴിഞ്ഞു. മറ്റൊന്ന് കെ. മുരളീധരൻ ഉറപ്പായും മന്ത്രിസഭയിൽ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 11 അംഗങ്ങളാണ് കോൺഗ്രസിന് മന്ത്രിസഭയിൽ ഉണ്ടാവുക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആയി 11 അംഗങ്ങൾ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ പിന്നീട് ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് അത് VD സതീശന് അനുകൂലമായി ലഭിക്കാൻ പോകുന്നത്. കെ. മുരളീധരൻ നിലവിൽ തന്നെ VD സതീശന് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. VD സതീശൻ മുഖ്യമന്ത്രി ആവട്ടെ എന്നുള്ള നിലപാടായിരുന്നു നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല കെ. മുരളീധരൻ സ്വീകരിച്ചത്. എന്തായാലും അങ്ങനെ 11 മന്ത്രിമാരിൽ 6 മന്ത്രിമാർ അത് കെ.സി. വേണുഗോപാൽ പക്ഷവും ഒപ്പം തന്നെ RC പക്ഷത്തു നിന്ന് 2 പേർ കൂടി എത്തുന്നതോടുകൂടി കോൺഗ്രസിലെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം അത് ഇരുവരുടെയും വിഭാഗങ്ങൾക്ക് ഏറ്റവും വലിയ മേൽക്കൈ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് കൂടി VD സതീശന് കൈവിട്ടാൽ പൊതുഭരണ വകുപ്പും മറ്റു ചില ദുർബല വകുപ്പുകൾ മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നിലവിൽ മറ്റൊരു ഫോർമുല എന്നുള്ള നിലയിൽ വിജിലൻസ് മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുക, ആഭ്യന്തര വകുപ്പ് അത് നിലവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുക എന്നൊരു മറ്റൊരു ഫോർമുല ഉരുത്തിരിയാനുള്ള സാധ്യത തെളിയുന്നത്. അത്തരം ചർച്ചകൾ എന്തായാലും അല്പസമയത്തിനകം തന്നെ നടക്കും. നിലവിൽ ഉഭയകക്ഷി ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. മുസ്ലിം ലീഗുമായുള്ള ആദ്യത്തെ ഉഭയകക്ഷി ചർച്ച നടക്കും. അതിനുശേഷമാണ് PG ജോസഫും മറ്റ് ചെറിയ കക്ഷികളും ഒക്കെയായി ഉള്ള ചർച്ച നടത്തുക. RSP ഇപ്പോഴും 2 സീറ്റ് വേണം എന്നുള്ള ആവശ്യം, മന്ത്രിസഭയിൽ 2 അംഗങ്ങൾ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ PJ ജോസഫ് വിഭാഗവും അത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അത് പക്ഷേ ഒരു കടുത്ത സമ്മർദ്ദമായി മാറാനുള്ള സാധ്യതയില്ല. പിന്നീട് കോൺഗ്രസിന് മുന്നിലുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് അത് ഏകാംഗങ്ങളുള്ള കക്ഷികൾ, ആ കക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്നത് എങ്ങനെയെന്നുള്ള തീരുമാനമാണ്. നിലവിൽ RMP മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല.